ഹായ് അസ്സാം വലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചേമ്പും വൻപയറും കൊണ്ടുള്ളൊരു നല്ലൊരു ഉടച്ചേറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഞ്ഞിക്ക് സൈഡ് ഡിഷായിട്ടും ചോറ്റിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് കോരാനായിട്ട് രാത്രി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള വൻപയറാണ്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചട്ടിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു ബൗൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കുറച്ച് കാന്താരിമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചേമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ചട്ടിയിലായതുകൊണ്ട് അത് ഇരുന്ന് തണുക്കും തോറും അത് കട്ടിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലായപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കുക. ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ചേമ്പും വൻപയറും കൊണ്ടുള്ളൊരു ഉടച്ചേറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ.